morning, students. നമുക്ക് continuity മറ്റൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. Show that the function f of z is equal to real part of z square by mod z. Z not equal to 0. 0 z equal to 0. Is continuous at z equal to 0. Z equal to 0 ൽ continuous ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് എന്താണ്? ലിമിറ്റ് z tends to z not f of z is equal to real. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഒരു ഫംഗ്ഷൻ കോംപ്ലക്സ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിലുള്ള ഫസ്റ്റ് കണ്ടീഷൻ ആണ് ലിമിറ്റ് z tends to z not f of z equal to real. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് z tends to z not f of z equal to f of z not. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? f of z not exist. ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് നോക്കാം. ലിമിറ്റ് z tends to z not f of z. ലിമിറ്റ് z tends to, ഇവിടെ z not തന്നെയാണ് 0 ആണ്. z tends to 0. f of z എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ട് ഓഫ് z സ്ക്വയർ. ഇവിടെ z എന്ന് പറയുന്നത് എന്താണ്? x പ്ലസ് iy എന്നാണ്. z സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? x പ്ലസ് iy ദ ഹോൾ സ്ക്വയർ ആണ്. ഇത് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ x സ്ക്വയർ മൈനസ് y സ്ക്വയർ പ്ലസ് i ഇൻറ്റു 2xy എന്ന് വരും. അപ്പൊ റിയൽ പാർട്ട് ഓഫ് z സ്ക്വയർ എന്താണ്? x സ്ക്വയർ മൈനസ് y സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് z എന്താണ്? റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഇനി z tends to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? z tends to 0 എന്ന് പറഞ്ഞാൽ x tends to 0, y tends to 0. അപ്പോൾ ഇവിടെ നമുക്ക് along any path y is equal to mx എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടാം? ലിമിറ്റ് z tends to 0 x സ്ക്വയർ മൈനസ് m സ്ക്വയർ x സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് m സ്ക്വയർ x സ്ക്വയർ. x square minus m square x square by root of x square plus m square x square. z tends to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ x tends to 0. x tends to 0. ഇനി ഇതിന്ന് കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുക്കാം. ലിമിറ്റ് x tends to 0. ഇവിടെ x പുറത്തെടുത്ത് കഴിയുമ്പോൾ x സ്ക്വയർ എന്ന് വരും. 1 മൈനസ് m സ്ക്വയർ. ഇവിടെ റൂട്ടിന് പുറത്ത് x പുറത്ത് വരുമ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 1 പ്ലസ് m സ്ക്വയർ എന്ന് വരും. x സ്ക്വയർ പുറത്തോട്ട് വരുമ്പോൾ റൂട്ട് ഓഫ് x സ്ക്വയർ വരുമ്പോൾ x വരും. ഈ ഒരു x ഉം x ഉം ക്യാൻസൽ ചെയ്യും. x tends to 0 എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ കിട്ടുന്നത്? 0. അപ്പൊ ലിമിറ്റ് x tends to 0 എന്ന് പറയുമ്പോൾ ആൻസർ 0. അപ്പൊ ഇവിടെ ഒരു യൂണിക് ലിമിറ്റ് ഈസ് യൂണിക്. therefore limit exists. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഫുൾഫിൽഡ്. ഫസ്റ്റ് കണ്ടീഷൻ ഫുൾഫിൽഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഫുൾഫിൽഡ് ആണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് എന്താണ്? ലിമിറ്റ് z tends to 0 f of z. നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 0. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനും ക്ലിയർ ആയി. ലിമിറ്റ് z tends to 0 f of z ന്റെ വാല്യൂ നമുക്ക് എത്രയായി കിട്ടിയത്? 0. രണ്ടാമത്തെ കണ്ടീഷൻ ക്ലിയർ ആയി. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? f of 0 എന്ന് പറയുന്നത് z equal 0 വരുമ്പോൾ f of 0 എത്രയാണ്? 0 ആണ്. അപ്പൊ ഈ മൂന്ന് കണ്ടീഷൻസിനും ഈ പ്രോബ്ലം സാറ്റിസ്ഫൈഡ് ആണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് z tends to 0 f of z എന്നുള്ള 0 കിട്ടുന്നുണ്ട്. f of 0 എന്ന് പറയുന്നത് 0 ആണ്. ഈ മൂന്ന് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നതുകൊണ്ട് ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ f of z equal to real part of z square by modulus of z എന്ന് പറയുന്ന ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് z equal to 0. ഈ z equal to 0 എന്ന പോയിന്റില് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കാരണം എന്താണ്? ഇറ്റ് സാറ്റിസ്ഫൈഡ് these three conditions. ഫസ്റ്റ് കണ്ടീഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ z tends to 0 ലോട്ട് പോകുമ്പോൾ നമുക്ക് വാല്യൂ എത്ര കിട്ടുന്നത്? 0 എന്ന് കിട്ടുന്നുണ്ട്. f of 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് z equal to 0. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തോട്ടോ.